നമ്മൾ തിരികെ അമരക്കുനിയിലേക്ക് പോവുകയാണ്. അവിടെ കടുവയ്ക്കായി കുംകിയാനകളെ ഇറക്കിയുള്ള തെരച്ചിലും ഇന്ന് നടക്കും എന്നതാണ്. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ കൂട്ടിലേക്ക് മാറ്റുന്നതിനാണ് പരിഗണന. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, രാപ്പകൽ തിരച്ചിലാണ് ഇന്നലെയൊക്കെ നടന്നത്. പക്ഷേ കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുണ്ട്. എന്നാൽ 2 ദിവസമായി ദൃശ്യങ്ങൾ പോലും ലഭ്യമല്ലാതിരുന്ന കടുവ വന്ന് ആടിനെ ആക്രമിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടുകാരുടെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണ്? നാട്ടുകാരെ സംബന്ധിച്ച് ആശങ്ക സ്വാഭാവികമാണ്. കാരണം അവരുടെ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് കാപ്പി അടക്കം പറിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു കടുവാ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പോലും ഭയമാണ്. ഇന്നിവിടുത്തെ വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. കാപ്പി സെറ്റ് ഒപ്പം തന്നെ അമരക്കുനി മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് കടുവ എത്തിയതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. കേശവൻ എന്ന പേരുള്ള ആളുടെ വീടിന്റെ പിറകിലേക്കാണ് കടുവ എത്തിയത്. നേരെ അത് ഒരു ആടിനെ പിടിച്ച്, 4 ആടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാടിനെ പിടിച്ച് കൊണ്ടുപോയി അത് കൊന്നിട്ടത് ഏതാണ്ട് അതിന് താഴെ, ഈ വീടിന്റെ താഴെയുള്ള ഒരു കൊല്ലി പ്രദേശമുണ്ട്. ആ കൊല്ലി പ്രദേശം എന്ന് പറയുന്നത് നേരത്തെ വയലായിരുന്ന ആ ഒരു പ്രദേശമാണ്. അവിടെ കൊണ്ട് ഇടുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ തെർമൽ ഡ്രോൺ വഴി വനംവകുപ്പ് ഒരു അന്വേഷണം നടത്തി. അതിൽ ആ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ തന്നെ കടുവ സാന്നിധ്യം വ്യക്തമായി. ഇതിനുശേഷം കൂട് സ്ഥാപിച്ച ശേഷവും കടുവ കൂടിനടുത്ത് വരെ എത്തി. പക്ഷേ കൂടിന്റെ കേബിളിൽ തട്ടി നേരെ കൂട് വീഴുകയാണ് ഉണ്ടായത്. അതേ തുടർന്ന് കടുവ അകത്തേക്ക് കയറാത്ത നിലയാണ് ഉണ്ടായത്. അതും ഇതുമായി ബന്ധപ്പെട്ടും തെർമൽ ഡ്രോണിൽ കൃത്യമായ രീതിയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇതിനുശേഷം ആ കൊല്ലി മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആളുകളെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിപ്പിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെ ഉള്ളത്. അമരക്കുനിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് സുർജിത്ത് നൽകിയത്.